ആവിത്തത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാമ്മയ്ക്ക് വേദയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ആരും ഭക്ഷണമൊന്നും വേദയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേദ തനിയെ ഭക്ഷണം ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. പതിവ് പോലെ ശ്രീജ കിച്ചണിൽ കയറിയ സമയത്ത് കടുക് കാണുന്നില്ല. കറി വെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വേദ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പാചകം ചെയ്യുന്നതും കാണുന്നുണ്ട്. പതുക്കെ വേദയെ വിളിച്ച് ഷൂ ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ശ്രീജ ചോദിക്കുന്നുണ്ട്, കടുകുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. വേദ വേഗം തന്നെ തൻ്റെ കയ്യിലുള്ള കടുകിൻ്റെ ഡബ്ബയെടുത്ത് ശ്രീജയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീജ കുറച്ച് കടുകെടുത്ത് തനിക്ക് ആവശ്യമുള്ളതെടുത്ത് വേദയ്ക്ക് തന്നെ ഡപ്പ എറിഞ്ഞു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് അതുവഴി വന്ന നമ്മുടെ വിക്രമിൻ്റെ കയ്യിലാണ് ഈ ഡപ്പ വന്ന് വീഴുന്നത്. വിക്രമിനാണെങ്കിൽ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. ശ്രീജേച്ചിയെ നോക്കിക്കൊണ്ട് വിക്രം എന്താ ഇത് ചേച്ചി എന്നുള്ള മട്ടിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് വേദയ്ക്ക് ഡപ്പ കൊടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇത് കാണുന്നുണ്ട്. വിക്രമിൻ്റെ കയ്യിൽ ഈ ബോട്ടിലിരിക്കുന്നത് കാണാണ്. പെട്ടെന്ന് വന്നിട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് മേടിക്കുക കേട്ടോ. എന്നിട്ട് കമലാമ്മ പറയുന്നുണ്ട്, എടി വേദയോടായി പറയുകയാണ്, നിനക്ക് എന്തിനാ എടി, നിനക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനോ സാധനങ്ങളോ നിൻ്റെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നിൽക്കണോ? നിനക്ക് പുറത്തെവിടെയെങ്കിലും പോയി കഴിച്ചാൽ പോരെ? എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തിട്ടാണോ ഡി നീ പാചകം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. കമലാമ്മ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശ്രീജയുടെ കയ്യിൽ നിന്നും വേദ കടം വാങ്ങിക്കുകയാണെന്ന് നമ്മുടെ കമലാമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും തന്നെ ഇത് പറയാനും പറ്റുന്നില്ല. വേഗം കമലാമ്മ വേദയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഈ ഡപ്പയിലുള്ള കടുകെല്ലാം ശ്രീജയുടെ ഡപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഡപ്പ കാലിയാക്കി വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. വിക്രമാണെങ്കിൽ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ചമ്മി നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ശ്രീനിവാസൻ സാറും ഭാര്യയും കുറച്ച് അവരുടെ റിലേറ്റീവ്സും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് വിക്രമിൻ്റെ വീട്ടിലേക്ക്. കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങളും കൂടെ വാ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ഒരുമിച്ച് ഈ തട്ടെല്ലാം അവരുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറയുകയാണ്. ഒരു എല്ലാവരുടെയും കയ്യിൽ ഫ്രൂട്ട്സ്, ഒരു തട്ടിൽ ഓരോ തട്ടിലായി ഫ്രൂട്ട്സും ഡ്രസ്സും എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. സ്വീറ്റ്സ് എല്ലാം നിറച്ച് വെച്ചിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, ഇല്ല നീ ചെല്ലേ, അദ്ദേഹത്തിന് അവൻ്റെ അച്ഛനുണ്ടല്ലോ അവർക്ക് എന്നെ ഇഷ്ടമല്ല, അപ്പോൾ ഞാനങ്ങ് കയറുന്നത് ആകെ പ്രശ്നമായി പോവും, നീ ചെല്ല്, നീ എല്ലാം അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് അകത്തേക്ക് വിടുകയാണ്. എല്ലാവരും വരുന്നത് കണ്ടിട്ട് നമ്മുടെ മാഷ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മാഷ് പെട്ടെന്ന് വിക്രമിനോട് പറയുന്നുണ്ട്, ഞാൻ ഇവരോട് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ വിക്രം, ഇവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അതാ അവൻ ആ ജനൽ വഴി വിക്രമിൻ്റെ അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ ശ്രീനിവാസൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അവൻ നിൽക്കുന്നത് കണ്ടില്ല ഇവിടെ, എൻ്റെ മുറ്റത്തേക്ക് അവനോട് ഞാൻ വരരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക കേട്ടോ. പെട്ടെന്ന് വേദ അച്ഛനോട് പറയുന്നുണ്ട്, മാഷിനോട് പറയുന്നുണ്ട്, അതെ മാഷെ ദേഷ്യപ്പെടരുത്, നമ്മുടെ വീട്ടിലേക്ക് ആര് തന്നെ ആയാലും നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയെ നമ്മൾ സൽക്കരിച്ചിരുത്താനല്ലേ പഠിച്ചിട്ടുള്ളൂ, മാഷും അതന്നെയല്ലേ മക്കളേക്ക് പഠിപ്പിക്കുന്നത്, പിന്നെ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, പ്ലീസ് മാഷെ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ മാഷ അകത്തേക്ക് എണീറ്റ് പോവുകയാണ്. വേദയാണെങ്കിൽ അവരെ ചേച്ചി വായോ, ഒരുപാട് നാളായല്ലോ ചേച്ചി കണ്ടിട്ട്, വാ ചേച്ചി ഇരിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസേരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും താഴെ പായൊക്കെ വിരിച്ച് എല്ലാവരും ഇരുത്തുന്നുണ്ട്. എന്നോട് വേഗം പുറത്തേക്ക് പോയി ശ്രീനിവാസൻ സാറിനോട്, സാറേ വായ സാറേ, എന്താ ഇവിടെ നിൽക്കുന്നത്, വാ സാറേ. അപ്പോൾ അദ്ദേഹം എനിക്ക് മാഷ് വഴക്ക് പറയും, ഞാൻ വരുന്നില്ലെന്ന് പറയാം കേട്ടോ. ഇല്ല അച്ഛനൊന്നും പറയത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളെ ഞങ്ങൾ സ്വീകരിച്ചിരുത്തത്തേ ഉള്ളൂ, ഞങ്ങൾ അങ്ങനെ അപമാനിച്ച് വിടാറില്ല, സാറ് വായോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ ശ്രീനിവാസൻ സാറിനെ ഭാര്യയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആക്ടിങ്, അവരോടും ഒരുപാട് സ്നേഹമുള്ളതുപോലെയൊക്കെ, വരൂ സാറേ ഇരിക്കൂ, എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ നിങ്ങൾക്ക് വെള്ളം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വെള്ളമൊക്കെ കലക്കി കൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും അവർ അത്ഭുതത്തോടെ നോക്കുക കേട്ടോ. തൻ്റെ വീട്ടിൽ വന്ന് തന്നെ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് പോയ വേദ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർക്കും സംശയമാവണം. അവർ പരസ്പരം നോക്കുന്നുണ്ട്. എന്താ സാറേ വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട്. വാസൻ സാർ പറയുന്നുണ്ട്, കുറേ വർഷങ്ങളായി ഞങ്ങൾ സുമംഗലി പുകച്ച ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 7 സുമംഗലികളെ ഞങ്ങൾ വീട്ടിൽ ക്ഷണിച്ച് കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ 4 സുമംഗലികളുണ്ടല്ലോ, നിങ്ങൾ 4 പേരും വരണമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുകയാണ്. വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം അമ്മ ഇങ്ങോട്ട് ക്ഷണിക്കൂ ചേച്ചിയെയും, ഞങ്ങൾ അവരെയും കൂടെ ക്ഷണിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ കയ്യിലുണ്ടായിരുന്ന കുങ്കുമമൊക്കെ അമ്മയ്ക്ക് എടുത്തു കൊടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഈ പൂജ നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും 4 പേരും വീട്ടിലേക്ക് വരണം, ഇത് ഭംഗിയായി നടത്തണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്.
കമലാമ്മ ഒന്നും തന്നെ പറയുന്നില്ല. അവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. വരാമെന്നും വരില്ല എന്നും ആ കമലാമ്മ പറയുന്നില്ല. കുങ്കുമമൊക്കെ എടുത്ത് തൊടുന്നുണ്ട്. പിന്നീട് വേദ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ ഇതിനു മുന്നേ ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും സ്വീകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ അകത്ത് പോലും പ്രവേശിച്ചിട്ടില്ല. ഉമ്മറത്തവിടെ വന്നിട്ട് പോവാറേ ഉള്ളൂ. ഇതാദ്യമായിട്ടാണ് വിക്രമിൻ്റെ വീട്ടിനകത്തേക്ക് കയറുന്നതെന്ന് പറയാണ്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ആണോ എങ്കിൽ ഇന്ന് നമുക്ക് വിക്രമിൻ്റെ റൂമും കൂടെ കാണണ്ടേ സാറിന്, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തിനാണ് ഇനി ഓവർ ആക്ടിങ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കാതെ വേദ അവരെയും ക്ഷണിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദിയും നിൽപ്പുണ്ട് കേട്ടോ. ഇതെന്തിനാ ഇവൾ ഇമ്മാതിരി ഓവർ ആക്ടിങ് ഒക്കെ ചെയ്യുന്നത് വിനയേട്ടാ, എന്താ ഇവളുടെ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിനയോട് പറയുന്നുണ്ട്. അങ്ങനെ വേദ അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സാറേ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ റൂമും എല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങളുടെ വീട് ചെറുതാട്ടോ, പക്ഷേ എങ്കിലും ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും പരസ്പരം നല്ല സ്നേഹിച്ചാണ് ഞങ്ങൾ കഴിയുന്നതെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, അതെ കുട്ടി, വീടിൻ്റെ വലുപ്പത്തിലല്ല കാര്യം. പിന്നെ വിക്രം എവിടെയാണോ അവിടെ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അവൻ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയെല്ലാം ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണതെന്ന് പറയുന്നുണ്ട്. ഓ ആണോ എന്നൊക്കെ ചോദിക്കാട്ടോ. പിന്നെ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അതെ മോളെ, നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇദ്ദേഹത്തെ എത്രമാത്രം വഴക്ക് പറഞ്ഞിട്ട് പോയതാ, പക്ഷേ ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ എത്ര മര്യാദയോടുക്കനെ എത്ര ഇഷ്ടത്തോടുക്കനെ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി ഞങ്ങളെ സൽക്കരിച്ചത്. നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ എങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, ഓ സൂപ്പർ, എന്തായാലും നിങ്ങളുടെ അഭിനയം സൂപ്പർ. നിങ്ങളെങ്ങാനും സിനിമയിൽ അഭിനയിച്ചാലുണ്ടല്ലോ ഓസ്കാർ അവാർഡ് ഉറപ്പാ എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നത്, എന്താടി നീ പറഞ്ഞത്, എൻ്റെ സാറ് അഭിനയിച്ചതാണെന്നോ, എന്താ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. വേദ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, ഇതേ വാക്കുകൾ തന്നെ പറയാതെ അഭിനയം തന്നെ, ഇത്രയും നല്ല അഭിനയം നിങ്ങളുടെ സാറ് ഇപ്പോൾ കാഴ്ചവെക്കുന്നില്ലേ, എന്താ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ നിങ്ങളെപ്പോലെ പൊട്ടിയല്ല എന്ന് പറയുകയാണ് വേദ. ഞാൻ കൊച്ചു കുട്ടിയുമല്ല, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടെന്ന് വേദ പറയുന്നുണ്ട്. എന്നാൽ സാറ് വിക്രം വീണ്ടും ചൂടാവാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും സാറ് തടയുന്നുണ്ട്, വേണ്ട വിക്രം, അവൾക്ക് എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവളുടെ കാര്യങ്ങൾ സംസാരിക്കട്ടെ. അവൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല, നിന്നോട് സംസാരിക്കാതിരിക്കില്ല, അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ അവൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് അവളുടെ അഭിപ്രായം പറയാം, നീ മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ സാറേ, ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെയും വിക്രമിനെയും തമ്മിൽ പിരിക്കും, അത് സത്യമാണ്. നിങ്ങളെ തമ്മിൽ പിരിച്ചിരിക്കും. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാര്യയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ കോംപ്രമൈസിന് വേണ്ടി സംസാരിക്കുന്നത്? കോംപ്രമൈസിന് വേണ്ടി വന്നതല്ലേ നിങ്ങളെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, കുട്ടി നീ തെറ്റിദ്ധരിച്ചു, ഞങ്ങൾ ഒരിക്കലും അതിനു വേണ്ടി വന്നതല്ല. ഞാൻ വിക്രമിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളെ പൂജയ്ക്ക് വേണ്ടി ക്ഷണിക്കാൻ ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തു എന്ന് പറയാട്ടോ. പിന്നീടും വേദ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ബോറായി തോന്നുന്നു നിങ്ങളുടെ അഭിനയം, എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് വാ, നമുക്ക് ഹാളിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ മാഷ് വരുന്നുണ്ട്. മാഷിനോടായി ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ സുമംഗലി പൂജയ്ക്ക് വേണ്ടി ഇവിടെയുള്ളവരെ എല്ലാവരും കൂടി വന്ന് അങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളും ഈ പൂജയിൽ പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാണ്. പക്ഷേ നമ്മുടെ മാഷ് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്നും അവർ ഇറങ്ങി പോകുന്നുണ്ട്. പുറത്ത് കാറിന് അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രീനിവാസൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അതെ ചേട്ടാ, നമ്മുടെ വേദ കുറച്ച് ദേഷ്യക്കാരിയാണ്, മുൻചൂണ്ടിക്കാരിയാണ്. എന്നാലും നമ്മുടെ വിക്രമിനെ ഉണ്ടല്ലോ, ഇത്രയും ദേഷ്യക്കാരനായ വിക്രമിനെ അവൾ എങ്ങനെയൊക്കെ മാറ്റിയെടുത്തില്ലേ, അവൾ എന്തായാലും അവനെ നല്ല കുട്ടിയായി മാറ്റിയെടുക്കും, എനിക്കതൊരു ഉറപ്പുണ്ട്, ഞാൻ അവളേക്ക് ഓർത്ത് അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുകയാണ്.